മീര ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് കോൾ എടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത് നോക്കാം. ഗുഡ് മോർണിംഗ്, ഡോക്ടർ റാംസ് ഓഫീസ്, ഹൗ മേ ഐ ഹെൽപ്പ് യു? അപ്പോൾ ആദ്യം തന്നെ വിഷ് ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഡോക്ടർ റാംസ് ഓഫീസ്, ഡോക്ടർ റാമിൻ്റെ ഓഫീസാണ്. ഹൗ മേ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അപ്പോൾ മീര പറയാണ്, ഹലോ, ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ഡോക്ടർ റാം പ്ലീസ്. അതായത് ഇവിടെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ടു സീ ഡോക്ടർ റാം, ഡോക്ടർ റാമിനെ കാണാൻ വേണ്ടി. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ഡോക്ടർ റാം, ഡോക്ടർ റാമിനെ കാണാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർ റാമിനെ കാണാൻ വേണ്ടി എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ പ്ലീസ് ചേർത്തിട്ടുണ്ട്. ഹലോ, ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ഡോക്ടർ റാം പ്ലീസ്. ഇങ്ങനെ പ്ലീസ് ചേർക്കുന്നത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് മര്യാദയോടുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ഹിയർ ബിഫോർ? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ എന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പം മീര പറയാണ്, ഇല്ല, ഞാൻ വന്നിട്ടില്ല. നോ, ഐ ഹാവ് ഇൻ. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ്, ഓക്കെ, ക്യാൻ ഐ ഹാവ് യുവർ നെയിം പ്ലീസ്? ഓക്കെ, ശരി. ക്യാൻ ഐ ഹാവ് യുവർ നെയിം പ്ലീസ്? നിങ്ങളുടെ പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലീസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുറച്ച് പൊളൈറ്റായി പറയാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് വെച്ച് പറഞ്ഞത്. പേര് പറയുകയാണ്, മൈ നെയിം ഈസ് മീര, എൻ്റെ പേര് മീര. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ചോദിക്കുകയാണ്, ഡു യു നീഡ് അർജൻറ്റ് കെയർ? അതായത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പരിചരണം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കെയർ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മീര പറയാണ്, നോ, നോട്ട് നെസസറിലി, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ദ ഡോക്ടർ സൂൺ. നോ, നോട്ട് നെസസറിലി. അതായത് നെസസറിലി എന്ന് വെച്ചാൽ നിർബന്ധമായും അനിവാര്യമായും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നോട്ട് നെസസറിലി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഇല്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ആവശ്യമില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ദ ഡോക്ടർ സൂൺ. പക്ഷേ ഞാൻ ഡോക്ടറെ പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്നാണ് പറയുന്നത്. സൂൺ എന്ന് വെച്ചാൽ ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നൊക്കെയാണ് അർത്ഥം. റിസപ്ഷനിസ്റ്റ് പറയാണ്, ഓഫ് കോഴ്സ് ദർ ഈസ് എ സ്ലോട്ട് അവൈലബിൾ അറ്റ് 2:30 ദിസ് ആഫ്റ്റർനൂൺ. ഈസ് ദാറ്റ് ഓക്കെ? ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ദർ ഈസ് എ സ്ലോട്ട് അവൈലബിൾ അറ്റ് 2:30 ദിസ് ആഫ്റ്റർനൂൺ. അതായത് ഒരു സ്ലോട്ട് അവൈലബിൾ ആണ് ഇന്ന് ഉച്ചയ്ക്ക്. ദിസ് ആഫ്റ്റർനൂൺ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഒരു സ്ലോട്ട് അവൈലബിൾ ആണ്. സ്ലോട്ട് എന്ന് വെച്ചാൽ സമയം അല്ലെങ്കിൽ ഒരു സ്ഥാനം അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? അത് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മീരയ്ക്ക് ആ സമയം ഓക്കെ ആണ്. അതുകൊണ്ട് മീര പറയും, യെസ്, ദാറ്റ്സ് ഫൈൻ. അതിന് മറുപടിയായിട്ട് റിസപ്ഷനിസ്റ്റ് പറയാണ്, സി യു സൂൺ. സി യു സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ കാണാം. അപ്പോൾ ഇവിടെ കോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് മീര താങ്ക് യു പറയാണ്. താങ്ക് യു, ഗുഡ് ബൈ. ഇനി മീര ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഡോക്ടറുമായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉച്ചയ്ക്ക് 2:30 അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടാണ് മീര ഡോക്ടറെ വിഷ് ചെയ്യുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ മീര, പ്ലീസ് സിറ്റ് ഹിയർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ ഇവിടെ മീരയോട് ഡോക്ടർ തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞത് പ്ലീസ് സിറ്റ് ഹിയർ, ദയവായി ഇവിടെ ഇരിക്കൂ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് നമുക്ക് പല രീതിയിലും ചോദിക്കാം. ഒന്നുകിൽ നമുക്ക് ചോദിക്കാം, വാട്ട് ബ്രിങ്സ് യു ഹിയർ? നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താണ്? അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് പ്രശ്നം? ഇതിനുള്ള മറുപടിയായിട്ട് മീര പറയുകയാണ്, ഐ ഡോണ്ട് ഫീൽ ഗുഡ്, ഐ ഹാവ് ഫീവർ ആൻഡ് സോർ ത്രോട്ട്. ഐ ഡോണ്ട് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല. ഫീവർ എന്ന് പറഞ്ഞാൽ പനി. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. ഐ ഹാവ് ഫീവർ ആൻഡ് സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയും തൊണ്ടവേദനയും ഉണ്ട്. അപ്പോൾ ഇത് കേട്ട് ഡോക്ടർ പറയാണ്, ലെറ്റ് മീ ചെക്ക്, ഓപ്പൺ യുവർ മൗത്ത് പ്ലീസ്. യെസ്, ദർ ഈസ് ഇൻഫെക്ഷൻ ആൻഡ് യു ഹാവ് എ മോഡറേറ്റ് ഫീവർ. ലെറ്റ് മീ ചെക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പരിശോധിക്കട്ടെ. ഓപ്പൺ യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ വായ തുറക്കുക. ഓപ്പൺ യുവർ മൗത്ത് പ്ലീസ്, ദയവായി വായ തുറക്കുക. ഇത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നത്, യെസ്, ദർ ഈസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ. അതേ, അണുബാധയുണ്ട്. ആൻഡ് യു ഹാവ് എ മോഡറേറ്റ് ഫീവർ. മിതമായ പനിയുണ്ട്. ഇത് കൂടാതെ മിതമായ പനിയുണ്ട്. വീണ്ടും ഡോക്ടർ തന്നെയാണ് ചോദിക്കുന്നത്, ഡിഡ് യു ടേക്ക് എനി മെഡിസിൻ? അതായത് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? യെസ് ഡോക്ടർ, ഐ ടുക്ക് എ പാരസിറ്റമോൾ ടാബ്ലറ്റ്. ഫീവർ കംസ് ഡൗൺ എ ലിറ്റിൽ ടൈം ആഫ്റ്റർ ടേക്കിംഗ് ദ ടാബ്ലറ്റ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ലീവ് മീ ഫോർ എവർ. യെസ് ഡോക്ടർ, അതേ ഡോക്ടർ, ഐ ടുക്ക് എ പാരസിറ്റമോൾ ടാബ്ലറ്റ്. ഞാനൊരു പാരസിറ്റമോൾ ഗുളിക കഴിച്ചു. ഫീവർ കംസ് ഡൗൺ. കംസ് ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക് വരിക അല്ലെങ്കിൽ കുറഞ്ഞു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഫീവർ കംസ് ഡൗൺ എ ലിറ്റിൽ ടൈം ആഫ്റ്റർ ടേക്കിംഗ് ദ ടാബ്ലറ്റ്. അതായത് ഗുളിക കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം പനി കുറയുന്നു. ബട്ട് ഇറ്റ് ഡസൻ ലീവ് മീ ഫോർ എവർ. പക്ഷെ അതെന്നെ വിട്ടുമാറുന്നില്ല. വീണ്ടും ഡോക്ടർ ചോദിക്കുകയാണ്, ഡു യു ഹാവ് കോഫ്? നിങ്ങൾക്ക് ചുമയുണ്ടോ? കോഫ് എന്ന് വെച്ചാൽ ചുമ. ഇതിന് മറുപടിയായിട്ട് മീര പറയുകയാണ്, യെസ്, സ്പെഷ്യലി അറ്റ് നൈറ്റ് ഐ കാൺ സ്ലീപ്പ് ബിക്കോസ് ഓഫ് ഇറ്റ്. സ്പെഷ്യലി അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രിയിൽ. സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്. സ്പെഷ്യലി അറ്റ് നൈറ്റ് പ്രത്യേകിച്ച് രാത്രിയിൽ. ഐ കാൺ സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ബിക്കോസ് ഓഫ് ഇറ്റ് അത് കാരണം. ഐ കാൺ സ്ലീപ്പ് ബിക്കോസ് ഓഫ് ഇറ്റ് അത് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എനി അതർ പ്രോബ്ലം? മറ്റെന്തെങ്കിലും പ്രശ്നം? എനി അതർ പ്രോബ്ലം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മീര പറയുകയാണ്, ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ തലവേദന. ഐ ഹാവ് എ ഹെഡ് ഏക്ക് എനിക്കൊരു തലവേദനയുണ്ട്. ഇത് കേട്ട് ഡോക്ടർ പറയുകയാണ്, ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഫീവർ അത് പനി കാരണമാണ്. ഓക്കെ, ശരി. ടേക്ക് ദീസ് ക്യാപ്സ്യൂൾസ് ത്രൈസ് ഡെയിലി. അതായത് ഈ ക്യാപ്സ്യൂൾസ് ഡെയിലി 3 പ്രാവശ്യം, ദിവസവും 3 പ്രാവശ്യം കഴിക്കുക. ഫോർ 5 ഡേയ്സ് 5 ദിവസത്തേക്ക് ഡെയിലി 3 പ്രാവശ്യം വെച്ച് ഈ ക്യാപ്സ്യൂൾസ് കഴിക്കുക. ആൻഡ് ദീസ് ടാബ്ലറ്റ്സ് 6 hourly ഫോർ 3 days. അതായത് ഈ ടാബ്ലറ്റ്സ് 6 മണിക്കൂറിൽ കഴിക്കുക 3 ദിവസത്തേക്ക്. അവർലി എന്ന് വെച്ചാൽ മണിക്കൂറിൽ അല്ലെങ്കിൽ മണിക്കൂർ തോറും എന്നാണ് അർത്ഥം. 6 hourly എന്ന് വെച്ചാൽ 6 മണിക്കൂറിൽ കഴിക്കുക. ഫോർ 3 days 3 ദിവസത്തേക്ക് 6 മണിക്കൂറിൽ ഈ ടാബ്ലറ്റ്സും കഴിക്കുക. മീര വീണ്ടും ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടർ, ക്യാൻ ഐ ടേക്ക് എനി ഫുഡ്? എനിക്ക് എന്ത് ഭക്ഷണവും കഴിക്കാമോ? ഇത് നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. എനി റെസ്ട്രിക്ഷൻസ് അബൌട്ട് ഫുഡ്? ഭക്ഷണത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വേണോ? എന്തെങ്കിലും നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ഡോക്ടർ പറയുകയാണ്, ഡോണ്ട് ഈറ്റ് ഓയിലി ഓർ സ്പൈസി ഫുഡ്. അവോയ്ഡ് കോൾഡ് വാട്ടർ ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ദ ത്രോട്ട്. ടേക്ക് റെസ്റ്റ് ആൻഡ് യു വിൽ ബി ഓൾ റൈറ്റ് ഇൻ 2-3 days. ഡോണ്ട് ഈറ്റ് ഓയിലി ഓർ സ്പൈസി ഫുഡ് എന്ന് പറഞ്ഞാൽ ഓയിലി ആയിട്ടുള്ളതും എണ്ണമയമായിട്ടുള്ളതും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. അവോയ്ഡ് കോൾഡ് വാട്ടർ ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്. അവോയ്ഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക. കോൾഡ് വാട്ടർ തണുത്ത വെള്ളവും അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് തണുത്ത പാനീയങ്ങളും ഒഴിവാക്കുക. ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ദ ത്രോട്ട്. ഇറിറ്റേറ്റ് എന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ദ ത്രോട്ട്. ത്രോട്ട് എന്ന് വെച്ചാൽ തൊണ്ട. ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ദ ത്രോട്ട് എന്ന് പറഞ്ഞാൽ അത് തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഡോക്ടർക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് മീര കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ കോൺവെർസേഷനിൽ റിസപ്ഷനിസ്റ്റ് പറയുന്നത് ഞാൻ പറയും, പേഷ്യൻ്റ് പറയുന്ന കാര്യം നിങ്ങൾ പറയുക. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഡോക്ടർ പറയുന്നത് ഞാൻ പറയും, പേഷ്യൻ്റ് പറയുന്നത് നിങ്ങൾ പറയുക. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. ഗുഡ് മോർണിംഗ്, ഡോക്ടർ റാംസ് ഓഫീസ്. ഹൗ മേ ഐ ഹെൽപ്പ് യു? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ? Okay, can I have your name please? Do you need urgent care? Of course, there is a slot available at 2:30 this afternoon. Is that okay? See you soon. Good morning, Meera. Please sit here. What can I do for you? Let me check. Open your mouth, please. Yes, there is infection and you have a moderate fever. Did you take any medicine? Do you have cough? Any other problem? That's because of fever. Okay, take these capsules thrice daily for 5 days and these tablets 6 hourly for 3 days. Don't eat oily or spicy food. Avoid cold water and cold drinks that will irritate the throat. Take rest and you will be all right in 2-3 days.